വിശുദ്ധ വാരത്തിലെ തിങ്കളാഴ്ച നാം ധ്യാനിക്കുന്നത് ജെറുസലേം ദേവാലയത്തെ യേശു ശുദ്ധീകരിക്കുന്ന സുപ്രധാന സംഭവമാണ്. മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 12-13 വാക്യങ്ങളിൽ യേശു ദേവാലയത്തിൽ പ്രവേശിച്ച് അവിടെ കച്ചവടം നടത്തിയിരുന്നവരെയും നാണയമാറ്റക്കാരെയും പുറത്താക്കുന്നതായി നാം വായിച്ചു കാണുന്നു. ഈ പ്രവൃത്തി കേവലം ഒരു കോപപ്രകടനമല്ല, മറിച്ച് ദേവാലയത്തിന്റെ വിശുദ്ധി വീണ്ടെടുക്കാനുള്ള രക്ഷകന്റെ തീക്ഷ്ണതയാണ്. നോമ്പുകാലത്തിന്റെ ഈ അവസാന ഘട്ടത്തിൽ നമ്മുടെ ഹൃദയമാകുന്ന ആലയത്തിൽ അടിഞ്ഞുകൂടിയ അശുദ്ധികളെ പുറന്തള്ളാൻ ഈ സുവിശേഷ ഭാഗം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പഴയ നിയമ പ്രവാചകനായ ഏശയ്യായുടെ പുസ്തകം 56:7 പറയുന്ന "എന്റെ ആലയം സകല ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും" എന്ന വചനം യേശു ഇവിടെ ഉദ്ധരിക്കുന്നു. ദൈവം തന്റെ ജനവുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഇടം സ്നേഹത്തിന്റെയും പ്രാർത്ഥനയുടെയും കേന്ദ്രമായിരിക്കണം എന്നതായിരുന്നു ദൈവിക പദ്ധതി. എന്നാൽ മനുഷ്യൻ തന്റെ സ്വാർത്ഥത കൊണ്ട് ആ വിശുദ്ധ ഇടത്തെ ലൗകിക ലാഭങ്ങൾക്കുള്ള വേദിയാക്കി മാറ്റി. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിന്റെ ഇടപെടൽ ഒരു വലിയ ആത്മീയ വിപ്ലവമായി മാറുന്നത്. ജെറമ്യ 7:11 പ്രവാചകൻ ചോദിക്കുന്നു, "എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ആലയം നിങ്ങളുടെ ദൃഷ്ടിയിൽ കള്ളന്മാരുടെ ഗുഹയായി മാറിയോ" എന്ന്. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പ്രവാചകൻ നൽകിയ ഈ മുന്നറിയിപ്പ് യേശു തന്റെ കാലത്തെ മത നേതൃത്വത്തിന് നേരെ പ്രയോഗിക്കുന്നു. ആരാധനയുടെ ചടങ്ങുകൾക്കിടയിൽ ദൈവത്തോടുള്ള നീതിയും കാരുണ്യവും വിസ്മരിക്കപ്പെടുമ്പോൾ ദേവാലയം അതിന്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്നു. കപടഭക്തിയുടെയും ചൂഷണത്തിന്റെയും കേന്ദ്രമായി മാറിയ ദേവാലയത്തെ ശുദ്ധീകരിക്കുക വഴി യേശു യഥാർത്ഥ ആരാധനയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ ശുദ്ധീകരണ കർമ്മം യേശുവിന്റെ പീഡാനുഭവ രഹസ്യങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത വിധം ഈ ദേവാലയം തകർക്കപ്പെടുമെന്നും 3 ദിവസത്തിനുള്ളിൽ താൻ അത് പണിയുമെന്നും യേശു സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ പഴയ നിയമത്തിലെ ഭൗതിക ആലയത്തിന് പകരം യേശുവിന്റെ സ്വന്തം ശരീരം പുതിയ ദേവാലയമായി മാറുകയാണ്. അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയുമാണ് മനുഷ്യകുലത്തിന് ദൈവത്തിലേക്ക് പ്രവേശിക്കാനുള്ള യഥാർത്ഥ വഴി തുറക്കപ്പെടുന്നത്. തിങ്കളാഴ്ചയിലെ ഈ സംഭവം കുരിശിലേക്കുള്ള യാത്രയുടെ ആരംഭമാണ്. ദേവാലയത്തിലെ കച്ചവടക്കാരെ പുറത്താക്കിയ യേശുവിന്റെ അധികാരം അന്നത്തെ അധികാരികളെ പ്രകോപിപ്പിച്ചു. ഇത് അവിടുത്തെ മരണശിക്ഷയ്ക്കുള്ള കാരണങ്ങളിൽ ഒന്നായി മാറി. ലോകത്തിന്റെ പാപങ്ങൾ ചുമരിലേറ്റുന്ന ദൈവപുത്രൻ മനുഷ്യഹൃദയങ്ങളെ പാപത്തിന്റെ കച്ചവട കണ്ണുകളിൽ നിന്ന് മോചിപ്പിക്കാൻ തന്റെ ജീവൻ തന്നെ ബലിയായി നൽകാൻ ഒരുങ്ങുന്ന കാഴ്ചയാണിത്. ബലി അർപ്പണത്തേക്കാൾ ഉപരിയായി ഹൃദയ നൈർമല്യമാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ശരീരവും ആത്മാവുമാണ് ഇന്ന് ക്രിസ്തു ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്ന ദേവാലയങ്ങൾ. നോമ്പുകാലത്തെ പ്രാർത്ഥനയും ഉപവാസവും വഴി നാം ഒരുക്കിയ ഈ ആലയത്തിൽ ഇപ്പോഴും കപടതയുടെയോ അസൂയയുടെയോ കച്ചവടം നടക്കുന്നുണ്ടോ എന്ന് നാം ആത്മശോധന ചെയ്യണം. ക്രിസ്തുവിന്റെ ചമ്മട്ടി നമ്മുടെ ഉള്ളിലെ തിന്മകളെ അടിച്ചു പുറത്താക്കാൻ നാം അനുവദിക്കണം. ഈ വിശുദ്ധ വാരത്തിൽ യേശുവിന്റെ പീഡാനുഭവങ്ങൾ വെറുമൊരു ചരിത്ര സ്മരണയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ പുതുക്കാനുള്ള ഒരു മനോഹരമായ അവസരം കൂടിയാണ്. പുറമെ ഭംഗിയുള്ള ദേവാലയമായി നടിക്കുമ്പോഴും ഉള്ളിൽ സ്വാർത്ഥതയുടെ കള്ളന്മാരുടെ ഗുഹ കൊണ്ടു നടക്കുന്നവരായി നാം മാറരുത്. യേശുവിന്റെ വചനം നമ്മുടെ ഉള്ളിലെ ഇരുളടഞ്ഞ കോണുകളെ പ്രകാശിപ്പിക്കട്ടെ. നമ്മുടെ ജീവിതം സകലർക്കും പ്രത്യാശ നൽകുന്ന പ്രാർത്ഥനയുടെ ഇടമായി മാറണം. ക്രിസ്തുവിന്റെ ബലിയിലൂടെ നാം നേടിയെടുത്ത വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു. പഴയ നിയമത്തിലെ വാഗ്ദാനങ്ങളും പ്രവചനങ്ങളും യേശുവിന്റെ കുരിശിൽ പൂർത്തിയാക്കപ്പെടുമ്പോൾ ആരാധനയുടെ പുതിയൊരു യുഗം ആരംഭിക്കുന്നു. മൃഗബലികളിലൂടെയല്ല, മറിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്നവരായി നാം മാറണം. ജെറുസലേം ദേവാലയത്തെ ശുദ്ധീകരിച്ച യേശു ഇന്ന് നമ്മുടെ കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിന്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റിയ ശാന്തമായ പ്രാർത്ഥന ആലയമായി നമ്മുടെ ഹൃദയങ്ങൾ മാറട്ടെ. ഉത്ഥാനത്തിന്റെ പ്രകാശത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നാം കടന്നു പോകേണ്ടത് കുരിശിന്റെ വഴികളിലൂടെയാണ്. അവിടെ സ്വയം ശൂന്യവൽക്കരണവും ശുദ്ധീകരണവും അനിവാര്യമാണ്.
മറിയം തൈലം പൂശി യേശുവിനെ ഒരുക്കിയതുപോലെ വചനം കൊണ്ട് നമുക്കും അവിടുത്തെ സ്വീകരിക്കാം. നമ്മുടെ ജീവിതത്തിലെ അനാവശ്യമായ ആഗ്രഹങ്ങളെയും ചിന്തകളെയും പുറത്താക്കി ദൈവഹിതത്തിന് പൂർണ്ണമായി കീഴ്പ്പെടാൻ ഈ വിശുദ്ധ തിങ്കളാഴ്ച നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തുവിനോടൊപ്പം മരിക്കാനും അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരാനും നമുക്കൊരുങ്ങാം. വിശുദ്ധ വാരത്തിന്റെ ഈ പുണ്യ നിമിഷങ്ങളിൽ നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കാനും ജീവിതത്തെ ആഴമായി രൂപാന്തരപ്പെടുത്താനും നമുക്ക് പരിശ്രമിക്കാം. ലൗകികമായ കച്ചവടങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവവുമായുള്ള ആത്മീയ ബന്ധത്തിന് മുൻഗണന നൽകാം. നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കാൻ കർത്താവിനോട് യാചിക്കാം. ഈ നോമ്പുകാലം വെറുമൊരു ചടങ്ങായി അവസാനിക്കാതെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ചൈതന്യമുള്ള പുതിയ മനുഷ്യരായി നമുക്ക് മാറാം. പശ്ചാത്താപത്തിന്റെ കണ്ണുനീരിലൂടെ നമ്മുടെ ആത്മാവിനെ കഴുകി വെടിപ്പാക്കാം.